ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സഭ ഇന്ന് കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ? വിശ്വാസത്തോടെ സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന്. കർത്താവിന്ന് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി ഗലീലിയിൽ നിന്നും ജോർദാനിലേക്ക് വരികയാണ്. യേശു എന്താണെന്നാണ് സ്വർഗം ഇന്ന് ഭൂമിയെ പഠിപ്പിക്കുന്നത്. യേശു ആരാണ് എന്ന്, ദൈവത്തിന്റെ പുത്രൻ എന്ന ഈ ജ്ഞാനസ്നാന തിരുനാളിൽ സ്വർഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗലീലയിൽ നിന്നും ജോർദാനിൽ ആ ദിവസത്തിന്റെ പ്രഭാതത്തിൽ സ്നാപക യോഹന്നാൻ കാണുന്നത് മാനസാന്തരത്തിന്റെ സ്നാനം സ്വീകരിക്കാൻ വന്നിരിക്കുന്ന പാപികളിൽ യേശുവിനെയും സ്നാപക യോഹന്നാൻ കാണുന്നു. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് മറിയത്തിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൽ നിന്നാണ് സ്നാപക യോഹന്നാൻ ജനിക്കുന്നത്. തീർച്ചയായിട്ടും യേശുവിന്റെ സഹോദരനാണ്, ജ്യേഷ്ഠനാണ് സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാകാം, ഇത് പാപികൾക്ക് വേണ്ടിയുള്ള സ്നാനമാണ്. യഹൂദ മതത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയവ തിരിച്ചു മതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി മാനസാന്തരത്തിന്റെ സ്നാനം ഞാൻ കൊടുക്കുമ്പോ നീ എന്തിനാണ് എന്നിൽ നിന്ന് ഈ സ്നാനം സ്വീകരിക്കുന്നത് എന്ന് തീർച്ചയായും സ്നാപക യോഹന്നാൻ ഇങ്ങനെ ചോദിച്ചു കാണുമായിരിക്കാം. എന്നാൽ യേശു എന്താണ് പറയുന്നത്? വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. യേശു പറയുന്നത് സർവവും പൂർത്തിയാകേണ്ടതിന് ഇത് സംഭവിക്കട്ടെ എന്ന്. എന്താണ് ഈ സർവവും പൂർത്തീകരിക്കട്ടെ എന്ന് യേശു പറയുന്നതിന്റെ അർത്ഥമെന്ന് ചിന്തിച്ചു നോക്കാം. അവിടുന്ന് പറയുന്നത് പാപിയായ മനുഷ്യനോട് താദാത്മ്യം പെടുന്നതിനെയാണ് സർവ നീതി പൂർത്തിയാകുന്നു എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കുന്നത്. യേശുവിന്റെ സ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിലേക്ക് ഇറങ്ങി വരികയും സ്വർഗത്തിലെ പിതാവ് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന ഒരു അശരീരി കേൾക്കപ്പെടുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലാണ് തൃത്വത്തെക്കുറിച്ചുള്ള പരാമർശം ഇവിടെ നമ്മൾ കാണുന്നത്. സങ്കീർത്തനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ എന്റെ പ്രിയപുത്രൻ എന്ന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ തെരഞ്ഞെടുത്ത എന്റെ പ്രിയപുത്രൻ, ഞാൻ അവനിൽ സംപ്രീതനായിരിക്കുന്നുവെന്ന ആ വചനങ്ങൾ ഇന്നിവിടെ യേശുവിന്റെ ജ്ഞാനസ്നാന ദിവസം ഇവിടെ പൂർത്തിയാക്കപ്പെടുകയാണ്. നമ്മൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, യേശു ഈ ഒരു ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേ ജ്ഞാനസ്നാനം തന്നെയല്ലേ സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ്, ആരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജ്ഞാനസ്നാനം നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് ശിശുക്കൾക്കാണ് മാമോദീസ കൊടുക്കുന്നത്. ഈ ജ്ഞാനസ്നാനം കൊടുക്കുന്നത് ആരുടെ വിശ്വാസപ്രകാരമാണെന്ന് ചോദിച്ചാൽ സഭയുടെ വിശ്വാസത്തിന്റെ പുറത്ത്, അവരുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശിശുവിന് നമ്മൾ മാമോദീസ കൊടുക്കുന്നത്. കുഞ്ഞിന്റെ വിശ്വാസത്തിലല്ല, സഭയുടെ വിശ്വാസത്തിലും കുഞ്ഞിന്റെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് സഭയിൽ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുന്നത്.
യേശു എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോ സുവിശേഷത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസമല്ലേ അവിടുന്ന് പരിശോധിക്കുന്നത്. ജായിറോസിന്റെ മകളെ യേശു സുഖപ്പെടുത്തുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ജായിറോസിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ കൊച്ചുമകളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ സീറോഫിനീഷ്യൻ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുന്നതും അവളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ആരംഭത്തിൽ വായിച്ചു കേട്ടു, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന്. അപ്പോൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണമെങ്കിൽ ശിശുക്കൾക്ക് ഇതെങ്ങനെ സാധിക്കും? സഭയുടെ വിശ്വാസത്തിന്റെ പുറത്ത്, മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ പുറത്താണ് ഒരു കുഞ്ഞിന് സഭ ജ്ഞാനസ്നാനം നൽകുന്നത്. വിശ്വാസികളായി നമുക്ക് മാമോദീസ ദിവസത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്കപ്പുറമായിട്ട് നമുക്കൊരു ജ്ഞാനപിതാവിനെയും ഒരു ജ്ഞാനമാതാവിനെയും തലതൊട്ടപ്പനെയും തലതൊട്ടമ്മയെയും അന്നേ ദിവസം സഭ നമുക്ക് നൽകുന്നുണ്ട്. അന്നേ ദിവസം മാതാപിതാക്കന്മാരോടും ജ്ഞാനപിതാക്കന്മാരോടും ജ്ഞാനമാതാവിനോടും സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഈ ശിശു വിശ്വാസത്തിൽ വളർന്നു വരാനുള്ളവനാണ് എന്ന്. ഈ ശിശുവിന്റെ വിശ്വാസ ജീവിതത്തിൽ അവന് എല്ലാവിധ സഹായങ്ങളും മാതാപിതാക്കന്മാരോടൊപ്പം ജ്ഞാനപിതാക്കളും ജ്ഞാനമാതാവും ചെയ്തു കൊടുക്കണമെന്ന് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അവര് വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാകണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആ കർത്തവ്യം വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ മാമോദീസ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നത് അവന്റെ ആദ്യ കുർബാന സ്വീകരണത്തിനായിരിക്കാം, പിന്നീട് ഒരുപക്ഷെ അവരുടെ വിവാഹത്തിനായിരിക്കാം. അങ്ങനെയെല്ലാം സഭ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായിട്ട് നീ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ പിന്നീടുള്ള അവന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നീ നിരന്തരമായിട്ട് ഇടപഴകണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജ്ഞാനസ്നാന ദിവസം നമുക്കറിയാം? ബർത്ത്ഡേ തീർച്ചയായും ബർത്ത്ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളന്ന് സ്വീറ്റ്സ് കൊടുക്കുന്നു, കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. എന്നാൽ നമ്മൾ എത്ര പേർ നമ്മുടെ മാമോദീസ ദിവസം ഓർക്കുന്നുണ്ട്? എന്റെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു സഹോദരൻ എനിക്ക് കൊണ്ടുവന്നൊരു ചോക്ലേറ്റ് തന്നു. അച്ഛാ, ഞാൻ ഇന്ന് മാമോദീസ സ്വീകരിച്ച ദിവസമാണ് ചായുന്ന. ഞാൻ ആ യുവാവിനെ ഒന്ന് നോക്കി. എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ ഇന്ന് മാമോദീസ സ്വീകരിച്ച ദിവസമാണെന്ന് പറഞ്ഞ ഇടവക വികാരിയായി എനിക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് തരുന്നത്. മാമോദീസയിലൂടെ നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് മാറും. മാമോദീസയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് മാറുന്നു. മാമോദീസയിലൂടെ നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് മാറുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1213 ഖണ്ഡിക പറയുന്നത് മാമോദീസ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് എന്നാണ്. ഇന്നേ ദിവസം യേശുവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോ അന്ന് പരിശുദ്ധ ത്രിത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പുത്രന്റെ മാമോദീസ വേളയിൽ അവിടെ സന്നിധമായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മാമോദീസ ദിവസം പിതാവ് നമ്മളെ കുറിച്ച് പറയുന്ന വാക്ക് ഇവൻ എന്റെ പ്രിയപ്പെട്ടവനെന്നാണ്. നമ്മൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനുമാകുന്ന ദിനമാണ് മാമോദീസ. അന്ന് മുതൽ നമ്മുടെ കരം ദൈവം പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ കരത്തിലാണ് അന്ന് മുതൽ ജീവിക്കുക. ആ ഒരു തിരിച്ചറിവുണ്ടാകാൻ ഈ ദിനം നമ്മളെ വളരെയധികം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഈ വലിയ ദാനം,
ദൈവത്തിന്റെ മകനും മകളുമാകാൻ വേണ്ടി സ്വർഗം നമ്മുടെയൊക്കെ മാമോദീസ ദിവസത്തിലൂടെ നമ്മളെയൊക്കെ യോഗ്യരാക്കി തീർക്കുന്ന ഇന്നേ ദിനം യേശുവിന്റെ മാമോദീസ് ജ്ഞാന തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെയും ജ്ഞാനസ്നാനത്തെ കുറിച്ച് നമുക്ക് ഓർക്കാം. നമ്മുടെ ജ്ഞാനപിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. നമ്മൾ തലതൊട്ടിട്ടുള്ള ജ്ഞാനപിതാവും ജ്ഞാനമാതാവുമായിട്ടുള്ള മക്കളെയൊക്കെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ മക്കളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഇടപെടാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.